നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയാൻ പോവുകയാണ് ഡിസംബർ 8-ന്. കൊച്ചിയിൽ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ആ വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. പല ഘട്ടങ്ങളിൽ അതിന്റെ നിർണായകമായ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ടർ ടിവിയാണ്. അത് ഭയക്കുന്നത് ആരായിരിക്കും? ഈ കേസിലെ പ്രതികൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെ വീണ്ടും 8ാം പ്രതി ദിലീപ് രംഗത്തെത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടറിലൂടെ ഉണ്ടായ വെളിപ്പെടുത്തലുകളിൽ എടുത്ത കേസുകളിൽ അന്വേഷണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് ദിലീപ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ കേസിലെ നിർണായക തെളിവുകൾ പുറത്തുവിട്ടത് റിപ്പോർട്ടറായിരുന്നു. ശ്യാം ദേവരാജും ആർ റോഷിപ്പാലും സായ്കുമാറുമാണ് ചേരുന്നത്. ശ്യാം, ഇപ്പോൾ ദിലീപിന്റെ ആവശ്യം എന്താണ്? റിപ്പോർട്ടർ വായ് മൂടിക്കെട്ടിയിരിക്കണം എന്നതാണോ? മുൻപ് സംപ്രേഷണം ചെയ്ത വാർത്തകൾ പോലും നീക്കം ചെയ്യണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഉയർത്തുന്നത്. നേരത്തെ ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത് തടയണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി തള്ളിയതുമാണല്ലോ. ഇപ്പോഴെന്താണ് ഈ ഒരു പുതിയ നീക്കം? വിനിത, ഇതിൽ ഏറ്റവും പ്രധാനം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിന്റെ വിചാരണ മുന്നോട്ട് പോകുമ്പോൾ പുരോഗമിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും 2021 മുതൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലടക്കം നിരവധിയായ തെളിവുകൾ, സാക്ഷിമൊഴികൾ ഒക്കെ റിപ്പോർട്ടർ ടിവി പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട നിരവധിയായ തെളിവുകൾ, രേഖകളടക്കം ഓഡിയോ സന്ദേശങ്ങളടക്കമുള്ളവ റിപ്പോർട്ടർ ടിവി പുറത്തുവിട്ടിരുന്നു. അതെല്ലാം അന്വേഷണ സംഘത്തെ സഹായിക്കുന്നതായിരുന്നു, പ്രതികൾക്ക് എതിരെയുള്ളതായിരുന്നു. ഇത്തരം തെളിവുകൾ നമ്മൾ റിപ്പോർട്ടർ ടിവി പൊതുസമൂഹത്തിന് മുന്നിലേക്കാണ് വെക്കുന്നത്. അത് അന്വേഷണ സംഘത്തിന് കൂടി സഹായകരമാകുന്ന, പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് കരുത്തു പകരുന്ന തെളിവുകൾ കൂടി ആയിരുന്നു. ആ ഘട്ടത്തിലാണ് 2022 ഈ വാർത്ത നിരന്തരമായി റിപ്പോർട്ടർ ടിവി സംപ്രേഷണം ചെയ്യുമ്പോൾ അതിനെതിരെ പോലീസ് സ്വമേധയാ ഒരു കേസ് എടുക്കുന്നത്. പോലീസ് സ്വമേധയാ കേസെടുക്കുന്നത് അപൂർവമായ അവസരങ്ങളിലാണ്. പക്ഷേ അന്ന് റിപ്പോർട്ടർ ടിവിക്കെതിരെ 5 FIR-കളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ആ FIR-കളിൽ ഇപ്പോൾ അന്വേഷണം എന്തായി, അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നതാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി ദിലീപ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ദിലീപിന്റെ അഭിഭാഷകൻ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഈ ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. അതിൽ ഹൈക്കോടതി ഇപ്പോൾ ഈ കേസുകളുടെ അവസ്ഥ എന്താണ് എന്ന കാര്യം സർക്കാരിനോട് ചോദിച്ചു. മാത്രമല്ല, ഈ ഹർജി, ദിലീപിന്റെ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിക്കുന്ന കാര്യവും കൂടി കോടതി തേടുകയും ചെയ്തു. അത് ഒരാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അന്നത്തേക്ക് പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്യും, അല്ലെങ്കിൽ തള്ളുകയും ചെയ്യും. അത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും. നമുക്കറിയാം, ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലടക്കമുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് പല ഘട്ടങ്ങളിൽ റിപ്പോർട്ടർ ടിവി റോഷിപ്പാൽ ആണ് അത് മിക്കവാറും റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ നിരന്തരമായ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ആ പുറത്തേക്ക് വരുമ്പോഴാണ് പോലീസ് 5 FIR-കൾ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെന്നത് തടയണം എന്നൊരാവശ്യം അക്കാലഘട്ടത്തിൽ ഒരു ഹർജിയിലൂടെ തന്നെ ദിലീപ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമ വാർത്തകളെ വിലക്കാനാവില്ല എന്ന സുവ്യക്തമായ മാധ്യമധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് അന്ന് ഹൈക്കോടതി സ്വീകരിച്ചത്. ആ ഹർജിയാണ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അതിലാണ് ദിലീപ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അതായത് റിപ്പോർട്ടർ ടിവിക്കെതിരെ പോലീസ് അന്വേഷണം നടത്തുകയും ആ കേസുകളിൽ നടപടിയെടുക്കുകയും വേണം, അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുകയും വേണമെന്നാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചന കേസിലെ പ്രതിയായ ബലാത്സംഗ ഗൂഢാലോചനയ്ക്ക് പ്രതി ചേർക്കപ്പെട്ട നടൻ ദിലീപ് ഹൈക്കോടതിയിൽ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. അതിലാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിലപാട് തേടിയത്, തൽസ്ഥിതി റിപ്പോർട്ട് തേടിയത്. ആ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് നൽകണം. പക്ഷേ അപ്പോഴും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ജസ്റ്റിസ് C. പ്രദീപ് കുമാർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പറയുന്നത് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ ഹർജിക്ക് എത്രനാൾ മുന്നോട്ട് പോകാനാകും, അല്ലെങ്കിൽ ഈ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് കോടതി അപ്പോഴും ആലോചിക്കുന്ന അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. സർക്കാരിന്റെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും കോടതി അടുത്ത ആഴ്ച അതിന്മേലൊരു അന്തിമമായ നിലപാട് സ്വീകരിക്കുക. റോഷിപ്പാൽ കൂടി ചേരുകയാണ്. റോഷിപ്പാൽ, ഈ നടിയെ ആക്രമിച്ച കേസ് ഇത്രയധികം വർഷമായിട്ടും അതിജീവിത നീതി തേടി ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ഡിസംബർ 8-ന് വിധി വരുമ്പോൾ എന്താകും വിധി എന്ന് ഒരുപക്ഷെ രാജ്യം തന്നെ ഉറ്റുനോക്കുകയാണ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമാണ്. നമുക്കറിയാം, നേരത്തെയും റിപ്പോർട്ടർ ടിവി വാർത്തകൾ നൽകരുത് എന്ന ആവശ്യം ദിലീപ് ഉയർത്തിയതും കോടതി തള്ളിയതുമാണ്. അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഘട്ടങ്ങളിലാണ് പലപ്പോഴും റിപ്പോർട്ടർ ഇതിൽ കൃത്യമായി നമ്മളുടേതായ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും തെളിവുകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തത്. റോഷിപ്പാൽ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അതിൽ നിർണായക പങ്കുവഹിച്ച ഒരാളാണ് റോഷിപ്പാൽ. ഈ ഘട്ടത്തിൽ ദിലീപ് എന്തുകൊണ്ടായിരിക്കും ഇത്തരമൊരു നീക്കം നടത്തുന്നത്? സത്യം വിളിച്ചു പറയുക എന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാധ്യമധർമ്മവുമാണ്. മാത്രമല്ല, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് കേരളക്കര ഒന്നാകെ നിൽക്കുന്നത്. അപ്പോൾ ആ വാർത്തകൾ മൂടിവെക്കുക എന്നതുകൊണ്ട് എന്ത് നേട്ടമാണ്
സന്തോഷമാണ് ഈ പ്രതിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. വിനീത, നമ്മൾ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ അന്വേഷണം നടക്കുന്ന കാലഘട്ടം അത് ആദ്യഘട്ടമായാലും രണ്ടാം ഘട്ടമായാലും ദിലീപ് പലപ്പോഴും മുഖം രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണമാണ്. അത് അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുന്നവർക്കെതിരെയൊക്കെ നിരന്തരം പ്രചാരണം നടത്തിയിരുന്നു. അങ്ങനെ ദിലീപിന്റെ പ്രചാരണത്തിൽ ഏറ്റവും മുഖ്യ ശത്രുവായി ദിലീപ് കണ്ടത് റിപ്പോർട്ടറിനെ ആയിരുന്നു. കാരണം 2021 ഡിസംബർ മാസം ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് ശേഷം തുടർച്ചയായി മിക്കവാറും ദിവസങ്ങളിൽ റിപ്പോർട്ടർ പ്രധാനപ്പെട്ട എന്തെങ്കിലും തെളിവ് ദിലീപിനെ കുരുക്കുന്നതായി പുറത്തുവിട്ടിരുന്നു. അതിൽ പല ചാറ്റുകളുണ്ട്, അത് വാട്സപ്പ് ചാറ്റുകളുണ്ട്, ദിലീപിന്റെ സംഭാഷണമുണ്ട്, ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ സംഭാഷണമുണ്ട്. ഇതൊക്കെ ദിലീപിന് ഈ കുറ്റകൃത്യത്തിലുള്ള പങ്കാളിത്തം വ്യക്തമാക്കുന്നതാണ്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് ഏറ്റവും നിർണായകമായ തെളിവുകൾ ലഭിച്ചത് രണ്ടാം ഘട്ടത്തിലാണ്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ ഓരോ മാസങ്ങളിലും നിരവധി തെളിവുകളാണ്. സാക്ഷികൾ 21 പേർ സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം മൊഴിമാറ്റിയപ്പോൾ അതിന്റെ പ്രേരണ ആരാണ്, ആരൊക്കെയാണ് സ്വാധീനിക്കാൻ നേതൃത്വം നൽകിയത് എന്നടക്കം വ്യക്തമാക്കുന്ന തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലാകുന്ന ദിലീപും സംഘവും, അതിൽ ചില അഭിഭാഷകർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർ ഇതിലെ പ്രധാനപ്പെട്ട സാക്ഷികളെ മൊഴിമാറ്റിയതിന്റെ ശബ്ദങ്ങൾ, അത് ദിലീപിന്റെ സഹോദരൻ അനൂപിൻ്റെതാണ് ഏറ്റവും കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നത്. ദിലീപിന്റെ സഹോദരി ഭർത്താവിന്റെ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു, സ്വരാജിന്റെ ശബ്ദം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഓരോരുത്തരും അവർ സംസാരിക്കുന്നു. ദിലീപുമായുള്ള ആശയവിനിമയത്തിന്റെ തെളിവുകൾ, BJPയുടെ തൃശ്ശൂരിലെ ജില്ലാ നേതാവിന്റെ ശബ്ദമുണ്ടായിരുന്നു, ജഡ്ജിയെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ദിലീപിന് വാട്സപ്പ് സന്ദേശം അയച്ചത്. അങ്ങനെ ദിലീപിന് കുരുക്കാകുന്ന പൊതുസമൂഹത്തിൽ ദിലീപിലുള്ള ഒരു വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ, തെളിവുകൾ പുറത്തു വരുന്നത് തടയുക എന്ന ലക്ഷ്യമായിരുന്നു അന്ന് ദിലീപിനുണ്ടായിരുന്നത്. അങ്ങനെ പലവട്ടം കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതി ഒരിക്കലും മാധ്യമധർമ്മത്തിന് എതിരായുള്ള നിലപാട് സ്വീകരിച്ചില്ല. പിന്നീട് കോടതി ലക്ഷ്യ ഹർജി ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ദിലീപിന്റെ ഭാഗത്ത് വന്നു. അതിൽ നിലവിൽ 5 കേസുകൾ സ്വമേധയാ എടുത്തതിന് പുറമെ 2 കോടതി ലക്ഷ്യ കേസുകൾ കൂടി ദിലീപിന്റെ പ്രേരണയിലുണ്ട്. അങ്ങനെ പലതവണ കേസുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമിച്ച് ഈ റിപ്പോർട്ടർ നടത്തിയ അന്വേഷണം, റിപ്പോർട്ടർ തുടർച്ചയായി അതിജീവിതക്കൊപ്പം നടത്തിയ ആ പോരാട്ടം ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നതാണ്. അതിൻ്റെ ഒരു തുടർച്ച കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ദിലീപ് ഇങ്ങനെ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നത്. അന്നും അതിനുശേഷവും നിരവധി തെളിവുകൾ, നിരവധി സാക്ഷികൾ അവർ കൃത്യമായി നടന്ന സംഭവങ്ങൾ പുറത്തു പറഞ്ഞത്. കാരണം അടച്ചിട്ട കോടതിയാണ്, അടച്ചിട്ട കോടതിയിൽ നടക്കുന്ന വാദങ്ങൾ പുറത്ത് വാർത്തയായി വരില്ല. മാത്രവുമല്ല, അവിടെ 2 പ്രധാനപ്പെട്ട പ്രോസിക്യൂട്ടർമാർ, ഈ കേസിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ പദവി ഒഴിഞ്ഞിരുന്നു. അവർ പറഞ്ഞ പരാതികളുണ്ട്. ആ പരാതികളടക്കമാണ് പിന്നീട് വാർത്തയായി പുറത്തു വരുന്നത്. അതൊക്കെ പുറത്തറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട പുറത്തറിയാത്ത കാര്യങ്ങൾ, നേരത്തെ പോലീസിന് ലഭിക്കാത്ത തെളിവുകൾ, ഇതൊക്കെ പുറത്തു വരുമ്പോൾ ദിലീപിന് അത് ബാധിക്കും. ദിലീപിന് അത് വലിയ രീതിയിൽ ദിലീപിന് സമൂഹത്തിന് മുന്നിൽ അത് ബാധ്യതയായി മാറുമെന്ന് മനസ്സിലാക്കി റിപ്പോർട്ടറിനെ തടയുക, ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്തെന്ന് വിലക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോടതിയെ നിരന്തരം സമീപിച്ചത്. അത് ഒന്നും നടന്നില്ല. ഒടുവിൽ വീണ്ടും റിപ്പോർട്ടറിനെതിരെ ദിലീപ് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിനീത.